ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാരിയബിൾസിനെ പറ്റിയും ആക്സസ് മോഡിഫയേഴ്സിനെ പറ്റിയുമാണ്. ആദ്യം തന്നെ വാരിയബിൾസ് എന്താണെന്ന് നോക്കാം. Variable. A variable is a container which holds the value while the Java program is executed. ജാവ പ്രോഗ്രാംസ് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന വാല്യൂസ് ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടെയ്നറാണ് വാരിയബിൾ. വാരിയബിൾ ഒരു സ്പെസിഫിക് ഡാറ്റ ടൈപ്പിൽ അസൈൻഡ് ആയിരിക്കും. ഒരു വാരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന് ഓട്ടോമാറ്റിക്കലി ഒരു മെമ്മറി ലൊക്കേഷൻ അഥവാ ഒരു മെമ്മറി സ്പേസ് അലോക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. വാരിയബിൾ ഈസ് എ നെയിം ഓഫ് മെമ്മറി ലൊക്കേഷനാണ്. ഇങ്ങനെയാണ് വാരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻറ്റ് ഡാറ്റ ഈസ് ഈക്വൽ ടു 50 സെമിക്കോളൻ. ഇതിലെ ഇൻറ്റ് എന്ന് പറയുന്നത് ഡാറ്റ ടൈപ്പാണ്. ഡാറ്റ ടൈപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. ഡാറ്റ എന്ന് പറയുന്നതാണ് വാരിയബിൾ നെയിം. 50 എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ഈ 50 എന്ന് പറയുന്ന വാല്യൂ ഡാറ്റ എന്ന് പറയുന്ന കണ്ടെയ്നർ അഥവാ വാരിയബിളിനകത്ത് സേവ് ആയി. ഇനി ജാവയിനകത്ത് ഒരുപാട് കോമ്പണൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാസസ്, വാരിയബിൾസ്, മെത്തേഡ്സ് ഇവയ്ക്കൊക്കെ നെയിംസ് കൊടുക്കുന്നതിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഈ ഐഡൻറ്റിഫയേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സെറ്റ് ഓഫ് റൂൾസും കാര്യങ്ങളും ഉണ്ട്. അത് ഓരോന്നായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, ഒരു ഐഡൻറ്റിഫയർ ബിഗിൻ ചെയ്യണത് ലെറ്റർ എന്നോ അല്ലെങ്കിൽ കറൻസി ക്യാരക്ടറായിട്ടുള്ള ഡോളർ സൈന് അതുപോലെ അണ്ടർസ്കോറെന്നോ ആയിരിക്കണം. ലെറ്റർ എന്ന് പറഞ്ഞാൽ A to Z ക്യാപിറ്റലോ സ്മോളോ ആയിരിക്കാം. അടുത്ത സ്റ്റെപ്പ്, ഫസ്റ്റ് ക്യാരക്ടറിന് കഴിഞ്ഞാൽ ഏതൊരു കോമ്പിനേഷൻ ഓഫ് ക്യാരക്ടേഴ്സും യൂസ് ചെയ്യാം ഐഡൻറ്റിഫയർ ആയിട്ട്. മീൻസ് നമ്പറോ അല്ലെങ്കിൽ ഒരു സിമ്പലോ യൂസ് ചെയ്യാം. സ്പേസ് അലൗഡ് അല്ല. അടുത്ത സ്റ്റെപ്പാണ് ഐഡൻറ്റിഫയർ ആയിട്ട് ഒരു കീവേഡ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് കീവേഡ്? കീവേഡ് മീൻസ് ഡാറ്റ ടൈപ്പായിട്ടുള്ള ഇൻറ്റീജറിൻ്റെ ഇൻറ്റ്, ക്യാർ, വോയിഡ്, മെയിൻ ഇങ്ങനെയുള്ള ക്ലാസ്, ബ്രേക്ക് അങ്ങനെ ഒരുപാട് സെറ്റ് ഓഫ് ഡീഫോൾട്ട് ആയിട്ടുള്ള കോമ്പോണൻസ് നമ്മൾ ജാവയിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഈ സെറ്റ് ഓഫ് വേർഡ്സിനെയാണ് കീവേഡ്സ് എന്ന് പറയാം. അപ്പോൾ ഈ കീവേഡ്സ് ഒരിക്കലും നമ്മളൊരു ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അടുത്ത സ്റ്റെപ്പ്, ഐഡൻറ്റിഫയേഴ്സ് കേസ് സെൻസിറ്റീവ് ആണ്. കേസ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ ഏതൊരു രീതിയിലാണോ നമ്മളൊരു ഐഡൻറ്റിഫയറിനെ ക്രിയേറ്റ് ചെയ്തത് ത്രൂ ഔട്ട് ആ പ്രോഗ്രാമിൽ ആ ഒരു ഐഡൻറ്റിഫയറിൻ്റെ യൂസ് വരുമ്പോൾ അതേ ഫോർമാറ്റിൽ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ക്യാപിറ്റൽ ആണെങ്കിൽ ക്യാപിറ്റൽ, സ്മോൾ ആണെങ്കിൽ സ്മോൾ. അടുത്ത സ്റ്റെപ്പ്, ഈ ഒരു രീതിയിലാണ് ഐഡൻറ്റിഫയറിൻ്റെ ലീഗലായിട്ടുള്ള ക്രിയേഷൻ. അതായത് ഏജ്, ഡോളർ സാലറി എക്സെട്ര. അടുത്തത് എങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പാടില്ല, ഇല്ലീഗലായിട്ടുള്ള ഐഡൻറ്റിഫയേഴ്സാണ്. സ്റ്റാർട്ടിങ് വിത്ത് നമ്പർ, സ്റ്റാർട്ടിങ് വിത്ത് വേറെ എന്തെങ്കിലും സിമ്പിൾസ്. ടൈപ്സ് ഓഫ് വാരിയബിൾസ്. ജാവയിനകത്ത് 3 ടൈപ്സ് ഓഫ് വാരിയബിൾസ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ലോക്കൽ, ഇൻസ്റ്റൻസ് ആൻഡ് സ്റ്റാറ്റിക് വേരിയബിൾ. ഇനി അത് ഓരോന്നായിട്ട് ഡീറ്റെയിൽഡായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ലോക്കൽ വാരിയബിൾ. ഒരു മെത്തേഡിനകത്ത് ക്രിയേറ്റ് ചെയ്യുന്ന വാരിയബിളിനെയാണ് ലോക്കൽ വാരിയബിൾ എന്ന് പറയാം. ഈ ഒരു മെത്തേഡ് എൻഡ് ചെയ്യുന്നതോടുകൂടി ഈ ഒരു വാരിയബിളിൻ്റെ യൂസും കഴിയും. ക്ലാസ്സിന് ഈ ഒരു മെത്തേഡിനായിട്ട് യാതൊരുവിധ അവയർനെസ്സും ഉണ്ടാവില്ല. അടുത്തത് ഇൻസ്റ്റൻസ് വാരിയബിൾ. ക്ലാസ്സിന് അകത്തും മെത്തേഡിന് പുറത്തുമായി ക്രിയേറ്റ് ചെയ്യുന്ന വാരിയബിളിനെയാണ് ഇൻസ്റ്റൻസ് വാരിയബിൾ എന്ന് പറയുന്നത്. അടുത്തതാണ് സ്റ്റാറ്റിക് വാരിയബിൾ. സ്റ്റാറ്റിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്ന വാരിയബിളിനെയാണ് സ്റ്റാറ്റിക് വേരിയബിൾ എന്ന് പറയുന്നത്. ഇതൊരു ലോക്കൽ വാരിയബിൾ അല്ല. സ്റ്റാറ്റിക് കീവേഡ് ഉപയോഗിച്ചാണ് വാരിയബിളിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഒരു സ്റ്റാറ്റിക് വേരിയബിളിൻ്റെ കോപ്പി ക്ലാസ്സിലെ എല്ലാ ഇൻസ്റ്റൻസസിനും ഷെയർ ചെയ്യാൻ വേണ്ടി കഴിയും. അടുത്തത് ടൈപ്സ് ഓഫ് വാരിയബിൾസ് എങ്ങനെയാണ് ഒരു എക്സാമ്പിളിൽ നോക്കാം. ഇതൊരു
പ്രോഗ്രാമാണ്. ഇതിനകത്ത് എ എന്ന് പറയുന്ന ഒരു ക്ലാസ്സും മെത്തേഡ് എന്ന് പറഞ്ഞ ഒരു മെത്തേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പ് ഓഫ് വാരിയബിൾസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്ന വാരിയബിൾ ഇൻസ്റ്റൻസ് വാരിയബിളാണ്. സ്റ്റാറ്റിക് കീവേഡ് ഉപയോഗിച്ച് എം എന്ന വാരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സ്റ്റാറ്റിക് വേരിയബിളാണ്. അടുത്തത് മെത്തേഡ് എന്ന മെത്തേഡിനകത്ത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എൻ എന്ന വാരിയബിൾ ലോക്കൽ വാരിയബിളാണ്. ഇപ്പോൾ വാരിയബിൾസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത സെക്ഷനിലോട്ട് പോവാം. ആക്സസ് മോഡിഫയേഴ്സ് ഇൻ ജാവ. ജാവയിൽ 2 ടൈപ്സ് ഓഫ് മോഡിഫയേഴ്സ് ആണുള്ളത്. ആക്സസ് മോഡിഫയറും നോൺ ആക്സസ് മോഡിഫയേഴ്സും. എന്താണ് ആക്സസ് മോഡിഫയേഴ്സ്? ഡാറ്റ മെമ്പർ, മെത്തേഡ്, കൺസ്ട്രക്ടർ ഓർ ക്ലാസസ് ഇവയുടെ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ സ്കോപ്പിനെ സ്പെസിഫൈ ചെയ്യുന്നതിനെയാണ് ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറയാം. 4 ടൈപ്പ് ഓഫ് ആക്സസ് മോഡിഫയേഴ്സ് ആണ് ഉള്ളത്. പ്രൈവറ്റ്, ഡീഫോൾട്ട്, പ്രൊട്ടക്റ്റഡ് ആൻഡ് പബ്ലിക്. ഇനി നോൺ ആക്സസ് മോഡിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് സ്കോപ്പിനെ സ്പെസിഫൈ ചെയ്യില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റാറ്റിക്, അബ്സ്ട്രാക്റ്റ്, സിങ്ക്രണൈസ്ഡ് എക്സെട്ര. ആക്സസ് മോഡിഫയേഴ്സിൻ്റെ ടൈപ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, പ്രൈവറ്റ് ആക്സസ് മോഡിഫയർ. ഇത് പേര് പോലെ തന്നെ ക്ലാസ്സിന് അകത്ത് മാത്രം ആക്സസിബിൾ ആയിട്ടുള്ള മോഡിഫയറിനെയാണ് പ്രൈവറ്റ് ആക്സസ് മോഡിഫയർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇവിടെ നമുക്ക് 2 ക്ലാസ് കാണാൻ പറ്റും. ക്ലാസ് എയും ക്ലാസ് സിമ്പിളും. ഇതിൽ ക്ലാസ് എനകത്ത് പ്രൈവറ്റ് ആയിട്ടൊരു വാരിയബിളും പ്രൈവറ്റ് ആയിട്ടൊരു മെത്തേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലാസ്സിനകത്ത് പ്രൈവറ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്ലാസ് എയിലെ കണ്ടൻസിനെ കോൾ ചെയ്യാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ കമ്പൈലേഷൻ എറർ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കാണിച്ചാൽ മീൻ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് എയിലെ കണ്ടൻറ്റ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഡാറ്റയാണ്. സോ രണ്ടാമത്തെ ക്ലാസ്സിനായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല. അതുകൊണ്ട് തന്നെ ക്ലാസ് എയിലെ കണ്ടൻറ്റിനെ ക്ലാസ് സിമ്പിളിലേക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി കഴിയില്ല. കാരണം അതൊരു പ്രൈവറ്റ് ആയിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. അടുത്തതാണ് ഡീഫോൾട്ട് ആക്സസ് മോഡിഫയർ. ഒരു മോഡിഫയറും യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് മോഡിഫയർ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഒരു ഡീഫോൾട്ട് മോഡിഫയറിനെ ആക്സസ് ചെയ്യണമെങ്കിൽ പാക്കേജിനുള്ളിൽ മാത്രമേ കഴിയുള്ളൂ. ഇവിടെ 2 ക്ലാസ് കാണാൻ പറ്റും, 2 പാക്കേജും. ക്ലാസ് എക്ക് പാക്ക് എന്നൊരു പാക്കേജും ക്ലാസ് ബിക്ക് മൈ പാക്ക് എന്നൊരു പാക്കേജും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ക്ലാസ് എയിൽ ഒരു മെത്തേഡും ഉണ്ട്. ക്ലാസ് ബിനകത്ത് എയിലെ മെത്തേഡിനെ കോൾ ചെയ്യാണ്. അപ്പോൾ അവിടെ ഒരു കമ്പൈലേഷൻ എറർ കാണിച്ചു. കാരണം ക്ലാസ് എ എന്നത് ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു ക്ലാസ് അല്ല. അതുപോലെ ക്ലാസ് എയിലെയും ക്ലാസ് ബിയിലെയും പാക്കേജ് ഡിഫറെൻ്റ് ആണ്. അടുത്തത് പ്രൊട്ടക്റ്റഡ് ആക്സസ് മോഡിഫയർ. ഇത് പാക്കേജിനകത്തും പുറത്തും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു മോഡിഫയർ ആണ്. പക്ഷേ ത്രൂ ഇൻഹെറിറ്റൻസ് വഴി മാത്രമേ ആക്സസിബിൾ ആവുള്ളൂ. ഇവിടെ 2 ക്ലാസ് കാണാൻ പറ്റും, ക്ലാസ് എയും ക്ലാസ് ബിയും. ക്ലാസ് എനകത്തും ബിനകത്തും 2 പാക്കേജസും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് എനകത്ത് ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലെ കണ്ടൻറ്റ് ഹെലോ എന്നാണ്. ക്ലാസ് ബിനകത്ത് ആ മെത്തേഡിനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഔട്ട്പുട്ടായിട്ട് ഹെലോ എന്ന് പ്രിൻ്റ് ചെയ്യും. കാരണം ക്ലാസ് ബി എക്സ്റ്റെൻസ് എ എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിലെ എക്സ്റ്റെൻസ് എന്ന് മീൻ ചെയ്യുന്നത് ഇൻഹെറിറ്റൻസിനെയാണ്. അതായത് ക്ലാസ് ബി എനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡാറ്റയെ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി സാധിക്കും. അടുത്തതാണ് പബ്ലിക് ആക്സസ് മോഡിഫയർ. ഇത് എവിടെ വേണമെങ്കിലും ആക്സസിബിൾ ആയിട്ടുള്ളൊരു മോഡിഫയറാണ്. ഈ ഒരു ആക്സസ് മോഡിഫയറിനാണ് ലാർജസ്റ്റ് സ്കോപ്പ് കൂടുതലുള്ളത്.
അതർ മോഡിഫയേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഇവിടെ 2 ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എ ക്ലാസ്സും ബി ക്ലാസ്സും. 2 പാക്കേജും ഉണ്ട്. എ ക്ലാസ്സിൽ ഒരു മെത്തേഡ് പബ്ലിക്കലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബി ക്ലാസ്സിൽ ആ ഒരു മെത്തേഡിനെ കോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റിസൾട്ടായിട്ട് ഹലോ എന്ന് പ്രിൻ്റ് ചെയ്യും. കാരണം പബ്ലിക്കായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒരു ഡാറ്റേനെ നമുക്ക് ഈസി ആയിട്ട് പ്രിൻ്റ് ചെയ്യിക്കാൻ വേണ്ടി സാധിക്കും. അടുത്തത് എല്ലാ മോഡിഫയേഴ്സിനെയും സിമ്പിളായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. ആക്സസ് മോഡിഫയേഴ്സ് എല്ലാം ക്ലാസ്സിനകത്താണ് ക്രിയേറ്റ് ചെയ്യുക. സോ അവിടെ എസ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി വിത്തിൻ പാക്കേജ് പ്രൈവറ്റ് ആക്സസ് മോഡിഫയേഴ്സിന് പാക്കേജ് വേണമെന്നില്ല, ബാക്കി എല്ലാത്തിനും വേണം. ഔട്ട്സൈഡ് പാക്കേജ് ബൈ സബ് ക്ലാസ്, അതായത് ഔട്ട്സൈഡ് ക്ലാസ് വേണ്ടാത്ത പാക്കേജ് ഇല്ലാത്തത് പ്രൈവറ്റിനും ഡീഫോൾട്ടിനുമാണ്. ഔട്ട്സൈഡ് പാക്കേജ് അത് പബ്ലിക്കിന് മാത്രമേ വേണ്ടുള്ളൂ, ബാക്കിയൊന്നിനും വേണ്ട. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻസിനകത്ത് ചോദിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.